തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിക്കാൻ ബി.ജെ.പിക്ക് വമ്പൻ പദ്ധതി. സിനിമാ നടന്മാരായ ഉണ്ണി മുകുന്ദൻ, ജയറാം, ജയസൂര്യ, ദേവൻ തുടങ്ങിയവരെ രംഗത്തിറക്കാനുള്ള നീക്കങ്ങളുമായി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി കേരള തെരഞ്ഞെടുപ്പിലെ മിഷൻ 2026 പ്രഖ്യാപിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി മിഷൻ 2026 പ്രഖ്യാപിക്കുന്നതോടെ ബി.ജെ.പിയുടെ പരസ്യ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ത്രിതല തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചത്ര മിന്നുന്ന വിജയം മറ്റു ജില്ലകളിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുൻതൂക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ബി.ജെ.പി. കേന്ദ്രങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. ആ വിധത്തിൽ സംസ്ഥാനത്തെ 34 മണ്ഡലങ്ങളെ എ ക്ലാസ് മണ്ഡലങ്ങളാക്കി പ്രചരണ രംഗത്ത് സജീവമാകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങളെ എ ക്ലാസ്, ബി ക്ലാസ് എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നത്. 40,000-ൽ പരം വോട്ടുകൾ ലഭിച്ചിടം എ ക്ലാസും 30,000-ൽ പരം വോട്ടുകൾ ലഭിച്ചിടങ്ങൾ ബി ക്ലാസ് മണ്ഡലങ്ങളുമാണ്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, ചെങ്ങന്നൂർ, അരൂർ, കാഞ്ഞിരപ്പള്ളി, തൃശൂർ, കോഴിക്കോട് നോർത്ത്, എലത്തൂർ, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഇക്കുറി ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. ഇവയിൽ പലയിടത്തും ജയസാധ്യത ഉണ്ടെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മന്ത്രി ശിവൻകുട്ടിയുടെ സ്വന്തം മണ്ഡലമായ നേമത്ത് 7,913 വോട്ടിന്റെ മുൻതൂക്കം ഇപ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ബി.ജെ.പി. കേന്ദ്രങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ NDA സ്ഥാനാർത്ഥിയാകും. കഴക്കൂട്ടത്ത് വി മുരളീധരനും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും സ്ഥാനാർത്ഥികളാകും. അതേസമയം ജനപ്രീതിയുള്ള സെലിബ്രിറ്റികളെ ബി.ജെ.പിക്ക് വേണ്ടി രംഗത്തിറക്കിയാൽ അത് ഗുണകരമായി മാറുമെന്ന വിലയിരുത്തലുകളും സജീവമായി ഉയരുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ രംഗത്തിറക്കാനാണ് അതിൽ ഒരു പ്രധാന നിർദ്ദേശം. ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ, ജയറാം, ദേവൻ തുടങ്ങിയ നടന്മാരെ സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇതിൽ ഉണ്ണി മുകുന്ദൻ, ദേവൻ എന്നിവർ സ്ഥാനാർത്ഥികളാകുന്നതിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജയറാം, ജയസൂര്യ തുടങ്ങിയവരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടികൾ കിട്ടിയിട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിലെ മുഖ്യാസൂത്രകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള അടുത്ത ബന്ധം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളടക്കം തന്റെ വീട്ടിലെത്തി പൂജ നടത്തിയത് സംബന്ധിച്ച വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ജയസൂര്യയും സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച കേസുകൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പി. പോലെ ശക്തരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിൻബലം ഇവർക്ക് അനിവാര്യമാണ് താനും. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഓഫർ അവർ സ്വീകരിച്ചതായാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ സ്ഥാനാർത്ഥികളാകുമോ അതോ ബി.ജെ.പിക്ക് വേണ്ടി താരപ്രചാരകരായി രംഗത്തിറങ്ങുമോ എന്ന് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ട് വൻ മുന്നേറ്റമാണ് തൃശൂരിൽ NDA കാഴ്ചവെച്ചത്. എന്നാൽ ആ മേൽക്കോയ്മ നിലനിർത്താൻ പിന്നീട് ബി.ജെ.പിക്ക് കഴിഞ്ഞതുമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകൾക്കൊത്ത വിജയം നേടാൻ തൃശൂരിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം ശക്തനായ നേതാവിനെ രംഗത്തിറക്കിയാൽ തൃശൂർ മണ്ഡലം പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വത്തിനുള്ളത്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെയോ പത്മജ വേണുഗോപാലിനെയോ മത്സര രംഗത്തിറക്കിയാൽ തൃശൂർ പിടിക്കാമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാർ എത്താനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് തൃശൂരിൽ മത്സരിക്കാൻ പത്മജ വേണുഗോപാലിന് താല്പര്യമില്ല എന്നാണ് അറിവ്. തിരുവനന്തപുരത്തെ ജയസാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലം വേണമെന്ന ആവശ്യമാണ് നേതാക്കളെ പത്മജ അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു ജില്ല ആലപ്പുഴയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ മിന്നുന്ന പോരാട്ടമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. ആലപ്പുഴയിൽ കരുത്തു തെളിയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അരൂരിലും MT രമേശ് ചെങ്ങന്നൂരിലും മത്സരിക്കാനാണ് ഏറെ സാധ്യത. ബി.ജെ.പി. നേതൃത്വം ഇവിടങ്ങളിൽ വലിയ വിജയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. ബി.ജെ.പിയുടെ മഹിളാ നേതൃനിരയിലെ പ്രമുഖരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാളികൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ചിറയൻകീഴിലും മഹിളാ മോർച്ച അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട്ട് നോർത്തിലും മത്സരിക്കും.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ML അശ്വിനി മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകാനാണ് ഏറെ സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളുമായി വളരെ നേരത്തെ തന്നെ പ്രചരണ രംഗത്ത് സജീവമാകാനാണ് BJPയുടെ ശ്രമം. എക്കാലത്തും BJPയുടെ തലവേദനയായ ഗ്രൂപ്പ് വടംവലികൾ ഉയരാതെ ഇക്കുറി ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള നീക്കമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ദേശീയ നേതൃത്വം നൽകുന്ന പിന്തുണ പ്രവർത്തകരിലും വലിയ ആവേശമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്.